സോ ഗൈസ് നമുക്കിന്ന് സോളാർ ട്രാക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് കോഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് സെർവോ ഡോട്ട് എച്ച് ആഡ് ചെയ്യണം. കാരണം സെർവോ മോട്ടർ റൺ ചെയ്യണമെങ്കിൽ ഒരു ഹെഡർ ഫയൽ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ സെർവോ ഡോട്ട് എച്ചിൻ്റെ ഒരു ഹെഡർ ഫയൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഡ് പർട്ടിക്കുലർ കോഡ് റൺ ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം സെർവോ മോട്ടർ സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് റൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി ഇതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ഒബ്ജക്റ്റിനകത്ത് ഒരു സെർവോ എന്നൊരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൈ സെർവോ എന്നൊരു പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെർവോയുടെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു പേരും കൊടുത്തു, മൈ സെർവോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ സെർവോ മോട്ടറിനൊരു പേര് കൊടുത്തേക്കുവാണ്, മൈ സെർവോ. അപ്പോൾ ഇനി എവിടെയൊക്കെ സെർവോ മോട്ടറിൻ്റെ നമുക്ക് കാര്യങ്ങൾ ഫങ്ഷൻസ് ചെയ്യാനുണ്ടോ, കോഡ് ചെയ്യാനുണ്ടോ, അവിടെയൊക്കെ നമുക്ക് മൈ സെർവോ വെച്ചിട്ട് ആ സെർവോയിലോട്ട് നമുക്ക് അതിൻ്റെ ടാസ്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ LDRനെ നമ്മളൊരു അനലോഗ് പിന്നിലാണ് കൊടുത്തേക്കുന്നത്. അത് A0 എന്ന് പറഞ്ഞ ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും അതിൻ്റെ വാല്യൂസ്. അതുകൊണ്ട് നമ്മൾ LDR1 എന്നൊരു പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, LDR-A-O B-O എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. A0 കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ A0 പിൻ ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് LDR A1 കണക്ട് ചെയ്യുന്നതുകൊണ്ട് A1 നമ്മളത് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ സെർവോ മോട്ടറിൻ്റെ പിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പിന്നിൻ്റെ 7th പിന്നിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഡിജിറ്റൽ പൾസുകളാണ് നമുക്ക് അതിൽ കൂടെ വേണ്ടത്, അതുപോലെ സെർവോ കൺട്രോൾ ചെയ്യാൻ ഓരോ പൊസിഷനിൽ. അതുകൊണ്ട് നമ്മൾ സെർവോ മോട്ടർ 7th പിന്നിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ നമ്മൾ ത്രെഷോൾഡ് സെൻസിറ്റിവിറ്റി 10 കണക്ട് ചെയ്ത് കൊടുത്തു. അതെന്തിനാണ് നമുക്ക് പതുക്കെ പറയാം. ആൻഡ് ഇൻറ്റ് പോസ് ഈക്വൽ ടു 90. അത് നമ്മുടെ ഇനീഷ്യൽ സെർവോ മോട്ടറിൻ്റെ പൊസിഷൻ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് വയ്ക്കാനാണ്. ഓക്കെ, അത് ഞാൻ പതുക്കെ എങ്ങോട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻ വോയിഡ് സെറ്റപ്പ് എന്ന ഫങ്ഷൻ നമ്മൾ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്, മൈ സെർവോ ഡോട്ട് അറ്റാച്ച് അല്ലേ. ഈ മൈ സെർവോ ഡോട്ട് അറ്റാച്ച് എന്ന് പറഞ്ഞാൽ സെർവോ മോട്ടർ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഏത് പിന്നിലോട്ടാണ്, 7th പിന്നിലോട്ടാണ്. അത് നമ്മൾ സെറ്റപ്പിൽ ഡിഫൈൻ ചെയ്തു. ഓക്കെ, മൈ സെർവോ എന്ന സെർവോ മോട്ടർ അറ്റാച്ച് ചെയ്തേക്കുന്ന സെർവോ പിന്ന് 7th നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൈ സെർവോയ്ക്കകത്ത് പൊസിഷൻ റൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനീഷ്യൽ ഏത് പൊസിഷനിൽ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പോസിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തേക്കുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ സെൻറ്ററിലായിരിക്കും, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും 90 ഡിഗ്രി. ഓക്കെ, സെർവോ മോട്ടറിൻ്റെ പൊസിഷൻ റൈറ്റ് ചെയ്ത് കൊടുക്കുക 90 ഡിഗ്രി ആയിട്ട്. ഇനി പിൻ മോഡ് LDR1 LDR2. അപ്പോൾ ഈ പിൻ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു A0 പിന്നും A1 പിന്നും നമ്മൾ എന്താണ് എന്ത് മോഡിലാണ് ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഔട്ട്പുട്ട് മോഡാണോ ഇൻപുട്ട് മോഡാണോ. പക്ഷേ LDR നമ്മൾ ലൈറ്റ് ഒന്ന് വീഴുവാണ്, LDR അത് ഡാറ്റ എടുത്ത് കൺട്രോളിലോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഇൻപുട്ട് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്, ഇൻപുട്ട് ഡിവൈസ് പോലെ. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുത്തു രണ്ടിൻ്റെ. അപ്പോൾ കാരണം ഇൻപുട്ട് വാല്യൂസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഔട്ട്പുട്ട് വാല്യൂസ് അല്ല കിട്ടുന്നത്. സീരിയൽ ഡോട്ട് ബിഗിൻ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ സീരിയൽ മോണിറ്റർ ഇവിടെ കാണാൻ പറ്റും. ആ സീരിയൽ മോണിറ്റർ പോപ്പ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വാല്യൂസ് റീഡ് ചെയ്യാനുള്ള കോഡാണ് ഇത്. ഓക്കെ, അപ്പോൾ അനലോഗ് വാല്യൂസ് എങ്ങനെ റീഡ് ചെയ്യാം ഇതിലേക്ക് കൂടെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ LDR1 പിന്നിൽ കൂടെ വാല്യൂസ് റീഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പം അനലോഗ് റീഡ്, അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ അനലോഗ് ആണ്, അനലോഗ് പിന്നിലാണ് കൊടുത്തേക്കുന്നതും കൂടെ. അപ്പോൾ അനലോഗ് റീഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, LDR1 വാല്യൂ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു അങ്ങോട്ട്. LDR1 വാല്യൂ സെക്കൻഡ് LDRൻ്റെ വാല്യൂ നമ്മൾ അനലോഗ് റീഡ് വഴി റീഡ് ചെയ്തു ഡാറ്റാസ്, അത് LDR2 സ്റ്റോർ ചെയ്ത് വെച്ചു. ആ ഡിഫറൻസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ സീരിയൽ ഡോട്ട് പ്രിന്റ്, അതായത് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, നമ്മൾ എന്ത് ചെയ്തു, സീരിയൽ ഡോട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തു LDR1. അപ്പോൾ LDR1 നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സീരിയൽ ഡോട്ട് പ്രിന്റ് LDR വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ കറക്റ്റ് കറസ്പോണ്ടിങ് LDR1 വാല്യൂ എന്താണോ അതവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊരു സിമുലേഷൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി,
നിങ്ങൾ LDR1 LDR2ൻ്റെ വാല്യൂസ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ ഡിഫറൻസ് എഴുതുമ്പോൾ ഡിഫറൻസ്, പിന്നെ ആ ഡിഫറൻസിന് എന്താണോ വാല്യൂ അതും ആ വീഡിയോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കിട്ടുന്ന വാല്യൂ, ഈ രണ്ടിൻ്റെ ഡിഫറൻസിൻ്റെ വാല്യൂ ആബ്സല്യൂട്ട് ഇട്ട് എടുക്കുക. അതായത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്ന വാല്യൂ 10. അതായത് സെൻസിറ്റിവിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അത് 10-നെക്കാട്ടി കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആൻഡ് ഇഫ് ദ ഡിഫറൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പൊസിഷൻ ഗ്രേറ്റർ ദാൻ 0, അത് മനസ്സിലായി കാണുമല്ലോ. ഡിഫറൻസ് കിട്ടുന്നത് പൊസിഷന് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണിക്കുന്ന പോലെ. അതല്ല എൽസ് ഇഫ് ഡിഫറൻസ് ലെസ് ദാൻ 0 ആൻഡ് പൊസിഷൻ ലെസ് ദാൻ 180 ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ ആ വീഡിയോ കാണുന്ന പോലെ. ഓക്കെ, ഇനി മൈ സെർവോ ഡോട്ട് റൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ സെർവോയുടെ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, കറസ്പോണ്ടിങ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. മൂവ്സ് ദ സെർവോ ടു ദ അപ്ഡേറ്റഡ് പൊസിഷൻ. ഓക്കെ, സെർവോയുടെ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നത്. 100 ഡിലേ എന്ന് കൊടുത്താൽ നമുക്ക് കുറച്ച് സ്റ്റെബിലൈസ് ആയിട്ട് നമുക്ക് കോഡ് റൺ ചെയ്യാൻ പറ്റും. അതായത് റീഡിങ് നമുക്ക് കറക്റ്റ് സ്റ്റേബിളായിട്ട് കിട്ടുകയും ചെയ്യും, എക്സസീവ് മൂവ്മെന്റ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോഡ് ഫുള്ളി നമ്മൾ റൈറ്റ് ചെയ്ത് ഡിലേ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫർദർ കോഡും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.